ക്രിയേറ്റ് ചീസ് കേക്ക്. സോ ഉണ്ടാക്കാൻ പോകുന്നത് അജിയുടെ ബർത്ത്ഡേ ആണ്. ഓൾറെഡി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു, കേക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് വേറെ കേക്ക് ഉണ്ടാക്കിയിട്ട്. പക്ഷേ ചീസ് കേക്ക് ആണ് ഇന്നത്തെ ബർത്ത്ഡേ കേക്ക്. സോ ചീസ് കേക്കിനുള്ള വേണ്ട സാധനമാണ് ഈ ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റ്. മേ ബി യൂസ് ചെയ്യാം. എൻ്റെ അടുത്തുള്ള ചീസ് കേക്കിൻ്റെ പറ്റിയ ബിസ്ക്കറ്റ് ഇതാണ്. പിന്നെ ഫിഷ് കേസ് ആണ് ഉള്ളത്. അതാണ് ഇത്. ഇങ്ങനത്തെ രണ്ടെണ്ണുണ്ട്. ഈ ഒരു പ്രാവശ്യം വെച്ചിട്ടുണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി. അതുകൊണ്ട് ദിസ് ടൈം കുറച്ചധികം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ബിസ്ക്കറ്റ് കൂടുതലാണ് പ്രശ്നം ഉണ്ടായത്. ആൻഡ് ഒബ്വിയസ്ലി കണ്ടൻസ് മിൽക്ക് അങ്ങനെ. പിന്നെ നമ്മുടെ ഷുഗർ. പിന്നെ ചീസ് കേക്കിന് മുകളിൽ ഞാൻ കുറച്ച് ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. മേ ബി അതാവും പ്രാവശ്യത്തിന് ഫ്ലോപ്പ് ആകാൻ പോകുന്നത്. അപ്പോൾ ബ്ലൂബെറിയുടെ ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതും മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചീസ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഇതിനെ പൊട്ടിച്ചിട്ട് പൊട്ടിക്കുന്ന ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ പൊട്ടിച്ചു വെക്കും. അത് എന്താ പൊടിയാക്കി മാറ്റണം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 100 ഗ്രാം ഉണ്ട്. ബിക്കോസ് ഞങ്ങളുടെ ഫിഷ് കേസിലുള്ളത് 600 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇതിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾ മൈ ക്വാണ്ടിറ്റീസ്. ഓക്കെ, നമ്മൾ ശരിയായി കഴിഞ്ഞാൽ അപ്പോൾ നോക്കാം. Are you excited, Aji? Last time cheesecake kalli biscuit cake ആയിരുന്നു. Okay? Yeah. So എൻ്റെ അസിസ്റ്റന്റ് ആയ അജി ഇതിലേക്ക് പൊടിച്ചിരുന്നതായിരിക്കും. ഗൈസ്, ഇതാണ് നമ്മുടെ. സോ ഞാൻ എൻ്റെ കാണിക്കാൻ മറന്നു. ബട്ടറാണ് ഉള്ളത്. സോ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കണം. ബിസ്ക്കറ്റ് പൊടിച്ചത് ഓൾറെഡി ഇങ്ങനെ ഉണ്ട്. മെൽറ്റഡ് ബട്ടറാണ്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. സോ ഇത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. മെൽറ്റഡ് ബട്ടറായിട്ട് ഈ ബിസ്ക്കറ്റ് നമ്മൾ ക്രഷ് ചെയ്ത് ഇതാക്കിയത്. ഞാൻ എൻ്റെ ബേസ് ഇങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഫ്രീസ് ചെയ്ത് വരുന്ന സമയത്ത് കറക്റ്റ് ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയറായിട്ട് നമുക്ക് കറക്റ്റായിട്ട് നോക്കും. ഐ ഹോപ്പ് ഇത് കറക്റ്റായിരിക്കും. സോ നമ്മളുടെ ഫിഷ് കേസ് നമ്മൾ പൊട്ടിക്കുകയാണ് ഗൈസ്. ഫിഷ് കേസ് കണ്ടൻസ് മിൽക്കാണ് അടുത്തത്. അജിയുടെ ഫേവറേറ്റ് ഈസ് കമ്മിങ്. സോ നമ്മൾ ഇതിലെന്തൊക്കെ ഇട്ടിട്ടുള്ളത്? ഫ്രഷ് കേസ് ഇട്ടിട്ടുണ്ട്. ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ അജി എനിക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഫ്രഷ് കേസിയും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം ആക്കിയിട്ട് ഉള്ളത് നമ്മൾ ഇതിൽ അതിൻ്റെ ടോപ്പ് ലെയർ. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഓക്കെ, സോ നമ്മളുടെ ക്രീമൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 4 hours ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെക്കണം. മീൻ ടൈം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബ്ലൂബെറിയുടെ സിറപ്പ് ഉണ്ടാക്കും. ബെറി സിറപ്പ് ഉണ്ടാക്കാണ്. അതിലേക്ക് കുറച്ച് വെള്ളം ആൻഡ് ലെമൺ. ഇപ്പോൾ ലെമൺ, ഷുഗർ, ചീസ്. നിങ്ങൾക്ക് കുറേ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. സോ ഗൈസ്, ദേ കളർ മാറി വരുന്നുണ്ട്. സോ നമ്മുടെ ബ്ലൂബെറി സിറപ്പ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ കളർ വന്നിട്ടുണ്ട്. സോ ഇനി ഇത് നമുക്ക് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം. എന്നിട്ട് കേക്കിന് മുകളിൽ വയ്ക്കാം. ഓക്കെ, Happy birthday to you, happy birthday to you, happy birthday dear Aji, happy birthday to you, happy birthday Aji.